മനുഷ്യർക്കൊപ്പം ഭൂമിയിൽ വസിക്കുന്നതിന് അവകാശവും അർഹതയുമുള്ള പക്ഷിമൃഗാദികളെ ഉഷ്ണതരംഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് സാധ്യമായത് ബോധ്യപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥികൾക്കായി ഹ്യൂമൻസ് വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയും കാസർഗോഡ് ഫയർഫയൽസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിച്ച ക്യാമ്പ് തുടങ്ങി. കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന ശീർഷകത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് കുഞ്ഞുപ്രായത്തിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദുരന്തവേളകളിൽ മൃഗങ്ങൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് മുഖ്യ നേതൃത്വം വഹിച്ചു വരുന്ന ഹ്യൂമൻ വേൾഡ്സ് ഫോർ ആനിമൽസ് ഇന്ത്യ വിവിധ മേഖലകളിൽ ബോധവൽക്കരണവും നടത്തിവരുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിൽ കേരള പ്രൊജക്ട് കോർഡിനേറ്റർ നൈനാസ് കറിയ നേതൃത്വം വഹിക്കും. വലിയപറമ്പിൽ നടന്നുവരുന്ന ക്യാമ്പിൽ കാസർഗോഡ് ഫയർ ഫ്ലൈസിനായി പ്രോഗ്രാം കോർഡിനേറ്റർ UV ദീക്ഷിതാണ് ഏകോപിപ്പിക്കുന്നത്. 2015 മുതൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടന കാസർഗോഡ് യുവജന ശാക്തീകരണ സംഘടനയായ ഫയർ ഫ്ലൈസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുമായി ചേർന്നാണ് 2 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്. 4 വർഷമായി വയനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വേൾഡ്സ് ഫോർ ആനിമൽസ് പ്രകൃതി ദുരന്തം നടന്ന ചൂരൽമലയിലും മുണ്ടക്കയിലും മുഴുവൻ സമയ സേവനം നടത്തിയിട്ടുണ്ട്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവയുടെ സഹകരണത്തോടെ വിവിധ ക്ലാസുകൾ നടത്തിവരുന്നുണ്ട്. 4 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 30-ൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴെങ്കിലും തോട്ടിന്റെ വക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറയണം. എന്നിട്ട് നിങ്ങള് നമ്മളെ തോർത്തല്ലേ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തോർത്ത്, ആ തോർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയ കണ്ണിച്ച എന്ന് പറയുന്നത് അതിങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ അതിന് പോലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ? സത്യം ഇല്ല, കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ നമ്മളെ സ്കൂൾ കൂട്ടിയാല് നമ്മെ ആദ്യം ഓടിച്ചാടി പോകുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മളെ മക്കൾക്ക് അതിന് സമയമില്ല, അതിന് ഭാഗ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. വൈസ് പ്രസിഡന്റ് P. ശ്യാമള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, ഡോക്ടർ അന്ന അമീർ, C. കുമാരൻ മാസ്റ്റർ, BU ദീക്ഷിത്, NK മുഹമ്മദ് കുഞ്ഞി, CK ലത, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം ചെയ്ത ചിത്രരചന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചാർട്ടുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കൊപ്പം പൊതുജനങ്ങൾക്കും ഞായറാഴ്ച പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.